വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ UP സ്കൂളിൽ ക്ലാസുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. അപകടമുണ്ടായ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടത്തിലാണ് ക്ലാസ് നടക്കുന്നത്. സ്കൂളിൽ നിന്ന് മാധ്യമങ്ങൾ സ്കൂളിന് പുറത്തേക്ക് പോകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പിടിച്ചിറക്കുമെന്ന് പഞ്ചായത്ത് അംഗം നിബു മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും KSUവും സ്കൂളിലേക്കും BJP പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്കും ഇന്ന് മാർച്ച് നടത്തും. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം 8-ാം തീയതി SMCയുടെ മിനിറ്റ്സ് ഉൾപ്പെടെ കയ്യിലിരിപ്പുണ്ട്. 8-ാം തീയതി SMCയുടെ ഫുൾ കോറം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് പോയി കാണുകയും ജില്ലാ കളക്ടറെ അന്ന് കാണാൻ കഴിഞ്ഞില്ല. അതിന് പകരം ജില്ലാ അസിസ്റ്റന്റ് കളക്ടറെ കണ്ട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു. രേഖാമൂലം ഒരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. ഞാനും HM സഹിതം രേഖാമൂലം ഒരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. അതായത് നിലവിൽ ഞങ്ങളുടെ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല, പഞ്ചായത്ത് ഫിറ്റ്നസ് തന്നിട്ടില്ല, ആയതിനാൽ അവിടെ കുട്ടികളെ ഇരുത്തുന്നില്ല. പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഓഡിറ്റോറിയം ഹാളാണ്. അസിസ്റ്റന്റ് കളക്ടർ വളരെ കൃത്യമായിട്ട് കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അപ്പം തന്നെ ടെലിഫോണിക്കലി കോൺടാക്ട് ചെയ്യുകയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇടപെടൽ നടത്തണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായി. ഏകദേശം 2 മാസമായി ഈ പണി പൂർത്തീകരിച്ചിട്ട്. ആ പണി പൂർത്തീകരിച്ചിട്ട് ജൂൺ 1-ാം തീയതി തുറക്കേണ്ട കെട്ടിടം അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് മാത്രം ഫംഗ്ഷനിങ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് നടക്കാവുന്നതായിരുന്നു. ആ ഇലക്ട്രിക്കൽ വർക്ക് നടക്കേണ്ട സാഹചര്യം നടക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ കൃത്യമായിട്ട് പരാതി കൊടുത്തത്. ഷൈജു കാർത്തികപ്പള്ളി സർക്കാർ സ്കൂളിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ഷൈജു, വലിയ ആശ്വാസം. ഇന്നലെ അവധി ദിനമായതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസം അവിടെ ഉണ്ടാകും. ഇന്നിപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. കാര്യമായ പ്രതിഷേധ പരിപാടികളൊക്കെ അങ്ങോട്ടേക്ക് സ്കൂളിലേക്കാണോ? എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന പുതിയ വിവരം? അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ലൈവ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ചിറക്കാനുള്ള ഒരു ശ്രമമാണ്. പഞ്ചായത്തിന് അങ്ങനെ അഭിപ്രായമുണ്ട് ഇറങ്ങണമെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പറയാൻ സമ്മതിക്കുന്നില്ല. പഞ്ചായത്ത് ഞങ്ങൾ മാറണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറയാനുള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറയാനുള്ളത്? അല്ല, എന്താ സാർ ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? അല്ല, ഇവിടെ നടക്കുന്നത് എന്താ? എന്റെ മേത്ത് കൈവച്ചു. എന്റെ മേത്ത് കൈവച്ചു. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്റെ മേത്ത് കൈവച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്താ ഉള്ളത്? ഒരു പഞ്ചായത്ത് അംഗം മാധ്യമ പ്രവർത്തകരുടെ മേലെ കൈവച്ചിട്ട് പുറത്തു പോകാൻ പറയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ഞങ്ങൾ പുറത്തു പോകണോ? പക്ഷെ ഞങ്ങളെങ്ങനെ കൈക്ക് പിടിച്ച് പുറത്തിറക്കുന്നില്ല. ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം അവിടെ നിൽക്കുകയാണ്. നിങ്ങളോട് സഹകരിക്കും. എന്നോടൊന്ന് സഹകരിക്കും. സാറ് വരുന്നതല്ലെന്ന് ഞങ്ങൾ എന്നോട് സഹകരിക്കും പ്ലീസ്. ഓക്കെ സാർ, പിള്ളേരെ പുതിയ ക്ലാസ്സിലേക്ക് മാറ്റാനാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിന് അതിന് കുഴപ്പമില്ലല്ലോ. പറഞ്ഞല്ലോ, നിങ്ങളെ സംസാരിക്കാൻ പോലും പഞ്ചായത്ത് അംഗം അനുവദിക്കുന്നില്ല. എന്താണ് നിങ്ങൾക്ക്? എന്താ പഞ്ചായത്ത് അംഗത്തെ പേടിയാണോ? നിങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല. പഞ്ചായത്ത് അംഗത്തിൽ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങളെ ഇവിടെ ഇറക്കാൻ? ഒരിക്കലും ഇല്ല. പിന്നെന്തിനാണ് ഞങ്ങളുടെ കൈക്ക് പിടിച്ച് പുറത്തിറക്കുന്നത്? ഞങ്ങളാരും ചെയ്തിട്ടില്ല. CPM-കാരൻ മാത്രം. ഞങ്ങള് അല്ല, അത് ഓക്കെ. അത് പറയേണ്ടത് HM അല്ലേ? CPM മെമ്പറാണോ പറയുന്നത്? HM ആണോ? HM അല്ലേ പറയണ്ടേ? HM സംഭവമില്ല. കുട്ടികളെ ക്ലാസ്സിലോട്ട്
ഞങ്ങൾക്ക് രഹസ്യ സ്വഭാവം ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ ഈ സ്കൂളിലെ SMC ചെയർമാനാണ്. വളരെ കൃത്യമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട MLA ആയിട്ട് HM അതോടൊപ്പം തന്നെ AEOയും ബന്ധപ്പെട്ടിരുന്നു. അതനുസരിച്ച് ജില്ലാ കളക്ടറെ അദ്ദേഹം ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് റൂമുകളിലേക്ക് കുട്ടികളെ കയറ്റാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അല്ല, ഈ മാധ്യമങ്ങളെ പുറത്തു പോകണം അല്ല സാർ, മാധ്യമങ്ങൾ പുറത്തു പോകണമെന്ന് പറയാം. അത് പറയേണ്ടത് സ്കൂളിൽ പറയേണ്ടത് ഒരു HM ആണ്. വാർഡ് മെമ്പർ എന്തിനാണ് ഞങ്ങളോട് ഇത് പറയുന്നത്? അതിന് മറുപടി പറ. അല്ല, അങ്ങനെ മാധ്യമ വിലക്ക് ആരും തരത്തില്ല. അല്ല, അത് എന്റെ അറിവ് ഒരു മാധ്യമക്കാരൻ മാത്രം വന്നു ബാക്കിയുള്ളവരെ വെളിയിൽ നിൽക്കുന്നു എന്നുള്ള അവർക്ക് ആ സമയത്ത് തത്സമയ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വന്നു. എന്തായാലും മാധ്യമ വിലക്കിന് നമ്മൾ അനുകൂലമല്ല. മാധ്യമ വിലക്ക് ഉണ്ടാകില്ല. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. ഇല്ല, അല്ല, നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ, ഗവൺമെന്റ് സ്കൂളിലെ ഒരു വാർഡ് മെമ്പർ. ആ വാർഡ് മെമ്പർ എന്താണെന്ന് തിരക്ക് നോക്കും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നിങ്ങളെ ആരും തടഞ്ഞില്ല. ആരെങ്കിലും തടഞ്ഞോ? പറയട്ടെ. ഇല്ല, നിങ്ങൾ കൈയേറ്റം ചെയ്ത് നിങ്ങൾ വരുത്തി തീർക്കുകയാണ്. ഇവിടെ ഞാൻ പറയാം, ഈ മാഡം ഉൾപ്പെടെ ഈ മാധ്യമത്തെ ഒരു വനിതാ മാഡമാണ് നിൽക്കുന്നത്. പറയട്ടെ, ആക്ഷേപിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, പറയട്ടെ. നിങ്ങളെ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇപ്പോഴും ഈ സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിനെ നിങ്ങളാണ് തടസ്സപ്പെടുത്തുന്നത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വാതിൽക്കൽ ഇരിക്കാനുള്ള എല്ലാ സംവിധാനവും തന്നു. മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമം മാത്രം നിങ്ങളെല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറും എന്ന ഒരു രീതി കാണിച്ചപ്പോഴാണ് പറഞ്ഞത് താങ്കൾ മാത്രമായിട്ട് കയറിയാൽ ബാക്കിയുള്ളവരെ ആക്ഷേപിക്കാൻ തുല്യമാണ്. താങ്കൾ മാറണം. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യും എന്ന പിടിച്ചാക്ഷേപിക്കുന്ന രീതി എടുക്കുന്ന ഭാഗമായിട്ടാണ്. മനസ്സിലായത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അധ്യയനം നടക്കാൻ അനുവദിക്കണം. വിദ്യാഭ്യാസം നടക്കട്ടെ. ദയവ് ചെയ്ത് പക്ഷേ വാർഡ് ആയിക്കോട്ടെ. അങ്ങനൊന്നുമില്ല. എന്ത് ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സർക്കാർ സ്കൂളിൽ ഇന്നലെയാണ് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണത്. ആ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് ഇന്നിപ്പോൾ കുട്ടികളെ മുഴുവൻ മാറ്റുകയാണ്. ആ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയതാണ് മീഡിയ വൺ അടക്കമുള്ള വാർത്താ സംഘം. അതൊരു സർക്കാർ സ്കൂളാണ്, ഒരു പൊതുസ്ഥാപനമാണ്. അവിടെ ആ വാർഡ് മെമ്പർക്കും മാധ്യമപ്രവർത്തകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തുല്യ സ്വാതന്ത്ര്യവും തുല്യ അവകാശവുമുള്ള കെട്ടിടമാണ്.
ആ കെട്ടിടത്തിൻ്റെ പുറത്തെ വരാന്തയിൽ നിന്നുകൊണ്ടാണ് മീഡിയ വൺ റിപ്പോർട്ടർ യു ഷൈജുവും ഒപ്പം ക്യാമറാമാനും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വരാന്തയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയാൻ വാർഡ് മെമ്പർക്ക് എന്ത് അധികാരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് വാർഡ് മെമ്പർ ആര് ചുമതലപ്പെടുത്തി? ആ സ്കൂളിൻ്റെ അധികൃതരോ അല്ലെങ്കിൽ സ്കൂൾ മാനേജുമായി ബന്ധപ്പെട്ട ഒരാളല്ല ആ വാർഡ് മെമ്പർ. ആ സ്കൂളിൻ്റെ HMO, ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളോ ആരെങ്കിലും, അധ്യാപകരോ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ. ഒരു വാർഡ് മെമ്പർ വന്ന് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അവിടെ മാധ്യമപ്രവർത്തകരുള്ളത്. ഇപ്പോഴും അവിടെ ഒരു വാക്ക് തർക്കം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. യു ഷൈജു തുടരുന്നുണ്ട്. ഷൈജു, ഈ കുട്ടികളെ മുഴുവൻ പഴയ കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അധ്യയനം തുടങ്ങാൻ മാധ്യമങ്ങൾ ഒരു വിലങ്ങ് തടിയായി നിൽക്കരുത് എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഇപ്പോഴും വരാന്തയിലാണ് നിൽക്കുന്നത്, പുറത്താണ് നിൽക്കുന്നത്. അധ്യയനം തുടങ്ങാൻ മാധ്യമങ്ങൾ എന്ത് തടസ്സമാണ് അവിടെ ഉണ്ടാക്കുന്നത് ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്താണ് ഇപ്പോഴും ആ വാർഡ് മെമ്പർ ഇപ്പോഴും തർക്കിച്ച് നിൽക്കുകയാണോ? സൈഫുദ്ദീൻ, അതായത് ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ പ്രവേശനോത്സവം എന്ന് പറയുന്നത് ക്ലാസ് ആരംഭിക്കുന്ന ഒരു അധ്യയന വർഷത്തിൽ ക്ലാസ് ആരംഭിക്കുന്നതാണ്. ആ ആരംഭിക്കുന്ന സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളെല്ലാം കൂട്ടത്തോടെ വന്ന് കുട്ടികളുടെ കരച്ചിലും അവരുടെ സന്തോഷമൊക്കെ സാധാരണ പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നിവിടെ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറുന്നു. പഴയ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറുന്ന സന്ദർഭത്തിൽ ആ സന്തോഷം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് മുറിക്കകത്തേക്ക് കുട്ടികളെ കയറ്റുന്ന ദൃശ്യങ്ങളടക്കം കാണിക്കുമ്പോഴാണ് ഇവിടുത്തെ HMനോ അല്ലെങ്കിൽ SMCയുടെ ചെയർമാനോ അധ്യാപകർക്കോ ഒന്നുമില്ലാത്ത ഒരു വാശി ഈ വാർഡിൻ്റെ മെമ്പർക്കുണ്ടാകുന്നു എന്ന് പറയുന്ന തരത്തിലാണ് ഇടപെടൽ. മാത്രമല്ല, നമ്മൾ ആ പരിസരത്തുനിന്ന് മാറാൻ സന്നദ്ധമാകുമ്പോൾ നമ്മുടെ കൈക്ക് പിടിച്ച് മാറ്റുകയും നമ്മുടെ തത്സമയ സംപ്രേഷണം മുടക്കുകയും ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം CPMനെ പ്രതിനിധീകരിക്കുന്ന വാർഡിൻ്റെ മെമ്പറാണ്. ഇതിൻ്റെ SMC കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. അവർ തമ്മിലുള്ള ചൊരുക്കോ അല്ലെ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഇവിടെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതൊന്നുമില്ലാത്ത മാധ്യമ വിലക്ക് ഇന്ന് അദ്ദേഹത്തിന് മാത്രം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരാന്തയിൽ നിന്ന് നമ്മൾ ഈ സന്തോഷം, അതായത് പുതിയ ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഉണ്ടായ ഒരു അപ്രതീക്ഷിതമായ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ സന്നദ്ധമാകുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയും നമ്മളോട് ഇവിടുത്തെ HMും മറ്റ് അധ്യാപകരും SMC ചെയർമാനും അടക്കം മാന്യമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വാർഡിൻ്റെ മെമ്പർ വന്ന് നമ്മളെ പിടിച്ചു പുറത്താക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന അങ്ങേയറ്റം ഷൈജു, ഞാനൊന്ന് ഇടപെടുന്നു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അത് വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായ അനൗചിത്യപരമായ നടപടി ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. പ്രേക്ഷകർ തന്നെ കണ്ട് അത് വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക്.